നാളെ 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, രാജ്യത്ത് പാസ്പോർട്ടുകളിലെ സുരക്ഷയും തിരിച്ചറിയൽ പ്രക്രിയയും അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഇ പാസ്പോർട്ട് അവതരിപ്പിച്ച് ഇന്ത്യ. തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ മാത്രമാണ് സേവനം ആരംഭിച്ചിരിക്കുന്നത്. സാധാരണയുള്ള പാസ്പോർട്ടിനോടൊപ്പം ഇലക്ട്രോണിക് ഫീച്ചറുകൾ കൂടി കൂട്ടിച്ചേർത്തതാണ് ഇ പാസ്പോർട്ടുകൾ. 2024 ഏപ്രിൽ 1 ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ഇ പാസ്പോർട്ട്. ഇതുപ്രകാരം പാസ്പോർട്ടിൽ ബിൽറ്റ്-ഇൻ ആന്റിനയും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പുമുണ്ടാകും. ഇത് രണ്ടും പാസ്പോർട്ടിന്റെ കവറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവറിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ചിഹ്നമാണ് ഇ പാസ്പോർട്ടിനെയും സാധാരണ പാസ്പോർട്ടിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇ പാസ്പോർട്ടിലൂടെ കൃത്രിമത്വം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ചിപ്പിൽ കൃത്രിമം നടത്തുക എന്നതും പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇതുവഴി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത കൂടുതൽ ഉയർത്താമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. 2025 പകുതിയോടെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും ഇ പാസ്പോർട്ട് എത്തും. അതേസമയം സാധാരണ പാസ്പോർട്ട് ഉപയോഗിക്കുന്നവർക്ക് തുടർന്നും ഇത് കാലാവധി കഴിയുന്നതുവരെ ഉപയോഗിക്കാമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അടുത്തൊരു അറിയിപ്പ്, രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ ക്ഷേമനിധി ബോർഡുമായി കേരളം. പഠനസഹായം, പെൻഷൻ, വിവാഹ ധനസഹായം, പ്രസവാനുകൂല്യം, ചികിത്സാ സഹായം, ആരോഗ്യ ഇൻഷുറൻസ്, മരണാനന്തര സഹായം ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതാണ് ക്ഷേമനിധി. 26 ലക്ഷം തൊഴിലാളികൾക്ക് ക്ഷേമനിധിയുടെ ഗുണഫലം ലഭ്യമാകും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികളും ക്ഷേമനിധിയിൽ ഉണ്ടാകും. അംഗത്വത്തിന് അപേക്ഷിക്കുന്ന വർഷമോ അതിനു തൊട്ടുമുമ്പുള്ള 2 വർഷത്തിലോ ഏതെങ്കിലും ഒരു വർഷം കുറഞ്ഞത് 20 ദിവസമെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവരുമായവർക്ക് ക്ഷേമനിധിയിൽ അംഗങ്ങളാവാം. 18 വയസ്സ് പൂർത്തിയായ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാം. 55 വയസ്സ് വരെ ക്ഷേമനിധി വിഹിതമടക്കാം. 60 വയസ്സാകുന്നതോടെ മിനിമം പെൻഷൻ ഉറപ്പാകും. ഉയർന്ന പ്രായപരിധിയില്ലാത്തതിനാൽ 60 പിന്നിട്ടവർക്കും തൊഴിലെടുക്കാം. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക് പ്രവർത്തിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സക്കുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് +1 പ്രവേശന നടപടികൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏകജാലക സംവിധാനത്തിലുള്ള ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ മാസം 21 വരെയാണ് അപേക്ഷ നൽകാനാകുക. ഒരു റവന്യൂ ജില്ലയിലെ സ്കൂളുകൾക്കെല്ലാമായി ഒരൊറ്റ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കായി VHSC പ്രവേശനത്തിനുള്ള അപേക്ഷകളും ഇന്നു മുതൽ സമർപ്പിക്കാവുന്നതാണ്. +1 പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് മെയ് 24-നും 1-ാം അലോട്ട്മെന്റ് ജൂൺ 2-നും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.